SIR-നെതിരെ സുപ്രീം കോടതിയിൽ ബംഗാൾ സർക്കാർ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാദം പൂർത്തിയായി. തിങ്കളാഴ്ച വീണ്ടും വിശദമായ വാദം നടക്കും. സംസ്ഥാനം സഹകരിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നാടകം തന്നെയാണ് സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിറ്റിംഗ് CM കോടതിയിൽ നേരിട്ട് അഭിഭാഷക അല്ലെങ്കിൽ വാദമുഖത്തിനായി എത്തുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ പ്രത്യേകത. നേരത്തെ പശ്ചിമബംഗാൾ സർക്കാർ ഈ SIR-മായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് കഴിഞ്ഞ 28-ാം തീയതി മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് SIR നടപടികൾ അത് പശ്ചിമ ബംഗാളിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ സുതാര്യമല്ല എന്നുള്ളതാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. ഇതിലും പ്രധാനമായും മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചത് ഇനി തെരഞ്ഞെടുപ്പിന് 2 മാസം സമയം മാത്രം ശേഷിക്കുകയാണ്. ഈ വളരെ തിടുക്കപ്പെട്ട ഈ നടപടികളിലേക്ക് എന്തിന് കടക്കുന്നു എന്നുള്ളതാണ് മമതാ ബാനർജി ചോദിക്കുന്നത്. ഇത് പശ്ചിമ ബംഗാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അവിടുത്തെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മറ്റ് ഒരു സംസ്ഥാനങ്ങൾക്കുമില്ലാത്ത റെസ്ട്രിക്ഷൻസുകൾ അല്ലെങ്കിൽ തടസ്സവാദങ്ങളാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ പശ്ചിമ ബംഗാളിൻ്റെ പേരിൽ ഉയർത്തുന്നത്. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന് മറ്റൊരു നിയമം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കുകയാണ്. അർഹതപ്പെട്ടവരെ മുഴുവൻ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 54 ലക്ഷത്തോളം ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതായത് SIR-മായി ബന്ധപ്പെട്ട നടപടികൾക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ അടക്കം വിട്ടു നൽകുന്നില്ല. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യമുള്ള ഉദ്യോഗസ്ഥരെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം മമതാ ബാനർജി തന്നെ കോടതിയിൽ അതിന് എതിർവാദം ഉയർത്തുകയും ചെയ്തു. ഈ വാദമുഖങ്ങൾ ശരിയല്ല, മറിച്ച് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശപ്രകാരം നൽകുന്നു എന്നുള്ളതാണ് മമതാ ബാനർജി ഉയർത്തിയ വാദം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു നടപടികളിലേക്ക് നീങ്ങുവാൻ വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് രോഹിണി.